വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കണം, കാർഡിയോ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, പിന്നെ അത്യാവശ്യം റെസ്റ്റും വേണം. പക്ഷേ ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഫാറ്റ് ലോസ് ജേണിയിൽ നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആവും. ദിവസങ്ങളോളം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരേ വെയിറ്റ് തന്നെ നമ്മൾ സ്റ്റക്ക് ആയിട്ടിരിക്കും. അപ്പം പൊതുവെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാർഡിയോയുടെ അളവ് കൂട്ടും, അല്ലെങ്കിൽ ഫുഡിന്റെ അളവ് കുറയ്ക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വെയിറ്റിൽ ഒരു മാറ്റം വന്നാൽ തന്നെ കുറെ നാളത്തേക്ക് അത് സസ്റ്റെയിൻ ചെയ്യാനേ പറ്റത്തില്ല. എപ്പോൾ വെയിറ്റ് സ്റ്റക്ക് ആക്കിയാലും നമ്മൾ ഫുഡിന്റെ അളവ് വീണ്ടും കുറച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സമയം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറി നമുക്ക് ആവശ്യമില്ല സാധനങ്ങളോട് ക്രേവിങ്സ് വരികയും അത് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇനി നിങ്ങൾ കാർഡിയോയുടെ അളവ് കൂട്ടുന്നതിന് മുമ്പും ഫുഡിന്റെ അളവ് കുറയ്ക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഞാൻ നീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. സംഭവം സിമ്പിൾ ആണ്. നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന നടക്കുന്ന ഇരിക്കുന്ന ഈവൻ നമ്മൾ ജോലി ചെയ്യുമ്പോഴും കാലറീസ് ബേൺ ആകും. ഇനി കാർഡിയോ കുറയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ കുറച്ച് മാറ്റം വരുത്തുന്നതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നടക്കുന്ന സ്റ്റെപ്പ് കൗണ്ട് കുറച്ചും കൂടെ കൂട്ടുക. ഓഫീസിലൊക്കെ സ്വന്തം ഫ്ലോറിൽ നിന്ന് ചായ കുടിക്കാണ്ട് കഫറ്റീരിയ വരെ നടന്നു പോയി കുടിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് ഇൻക്രീസ് ആവും. രാവിലെ എണീറ്റ് കിലോമീറ്ററുകളോടെ നടക്കാനല്ല, നമ്മുടെ ആക്ടിവിറ്റീസിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താനാണ്. അപ്പോൾ ഇതൊരു ചെറിയ അറിവാണ്, അതുകൊണ്ട് കുറച്ച് ലെങ്തേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് നേരെ ജിമ്മിൽ പോയപ്പോൾ റെഡ് ബുള്ള് കമ്പനിക്കാര് ഒരു പ്രൊമോഷന് വേണ്ടി കുറെ റെഡ് ബുള്ളും കൊണ്ടുതന്നു. വേറൊരു കമ്പനിക്കാര് നമുക്ക് കുറച്ച് ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ജിമ്മുകാർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റണ്ണേഴ്സ് ക്ലബ്ബ് പരിപാടി ഉണ്ടായിരുന്നു. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നേരെ കലൂരിലോട്ട് പോയി. ജിമ്മ് തന്നെ പ്രോപ്പർ വാമപ്പില് ഞങ്ങൾ ഓടാൻ തുടങ്ങി. ഓടുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രോട്ടീൻ റീഫീഡ് പോലെ ഞങ്ങൾ 20 രൂപയ്ക്ക് കടലയും മേടിച്ച് കഴിച്ചിട്ട് ബാക്കി റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് ജിമ്മിൽ വന്നിട്ട് ഇന്നത്തെ വർക്കൗട്ടും തുടങ്ങി. ഇന്ന് ഡേ 43 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ക്വാഡ്സ് ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്നോട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മ വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സാർ ക്യാപ്ഷൻസിലുണ്ട്. വീൽസ് ചെയ്യണം. ടാറ്റ ബൈ.